ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു റോഡ് ട്രിപ്പ് ആണ് പോകുന്നത്. ഞാനും എൻ്റെ ചേട്ടനും പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു റോഡ് ട്രിപ്പ്. എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെമ്പിൾ ഇൻ സദേൺ ഹെമിസ്ഫിയർ, ഫുഗുങ്ഷാൻ നാൻ ടിയാൻ ടെമ്പിൾ. നിങ്ങൾ ആ എൻട്രി ഒക്കെ കണ്ടോ? നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ്. എ ടെമ്പിൾ ഫുള്ളി സറൗണ്ടഡ് ബൈ ഹിൽസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാരഡൈസ് ഓഫ് ദ സൗത്ത്. ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഓസ്ട്രേലിയക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ അവിടെ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇപ്പം ലൂണാർ ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്ക് അടിപൊളി കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആ എൻട്രി പോയിന്റ് ആണ് ഫുഗുങ്ഷാൻ നാൻ ടിയാൻ ടെമ്പിൾ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ മൾട്ടി ടയേർഡ് പഗോഡ. നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് മെയിൻലി സിംബലൈസ് ചെയ്യുന്നത് എൻലൈറ്റ്മെന്റിനെയാണ്. ഇതല്ല, നമുക്ക് സ്റ്റോൺ പഗോഡാസ് കാണാൻ പറ്റും. ഈ സ്റ്റോൺ പഗോഡാസ് അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഉണ്ടാക്കാനും പറ്റും. ഇത് മെയിൻലി സിംബലൈസ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റിയാണ്, ഇവരുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ പറയുവാണെങ്കിൽ. പിന്നെ നമുക്കറിയാം ഈ 2025 ലൂണാർ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഒരു സോഡിയാക് ആനിമലിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സോഡിയാക് ആനിമൽ ആണ് സ്നേക്ക്. അപ്പോൾ ഈ ഇയറിനെ നമ്മൾ ഇയർ ഓഫ് സ്നേക്ക് എന്നാണ് പറയുന്നത് അവരുടെ ഒരു ഇതിൽ. പിന്നെ നമുക്ക് വിഷിംഗ് പോണ്ട് കാണാം. ഇതൊക്കെ നമ്മൾ ചൈനീസ് ഡ്രാമയിൽ മാത്രം കണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഈ വിഷിംഗ് പോണ്ട്. ഈ വിഷിംഗ് പോണ്ടിന്റെ മെയിൻലി എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു കോയിൻ ഇതിൻ്റെ അകത്തേക്ക് ടോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ സൈലന്റ് പ്രെയർ അല്ലെങ്കിൽ വിഷസ് നമ്മൾ പ്രേ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ അത് സാധിച്ചു കിട്ടുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് ലയൺ ഡാൻസ്, പിന്നെ അവരുടെ ചൈനീസ് ആയിട്ടുള്ള കുറേ ഡാൻസുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ വിഷിംഗ് ട്രീ. ഇത് നല്ല രസമില്ലേ കാണാൻ? ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പീപ്പിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ ഒരു റെഡ് പേപ്പറിൽ അവരുടെ വിഷസ് എഴുതിയിട്ട് ഇങ്ങോട്ട് ടൈ ചെയ്തിട്ട് ഇത് ഫ്യൂച്ചറിൽ നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് അടിപൊളി ലൂണാർ വൈബ്സിലേക്ക് വരാം. ലൂണാർ വൈബ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിവിടെ ഇഷ്ടംപോലെ ലാംപ്സ്, ബാനേഴ്സ്, ലാൻഡേൺസ് ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പിക്ക് എടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് അകത്ത് കുറേ സംഭവങ്ങൾ കാണാനുണ്ടെങ്കിൽ അകത്തേക്കൊന്നും നമ്മൾ കയറ്റത്തില്ല. നമുക്ക് ഇത് പുറത്തു വഴിയുള്ള സംഭവങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലാൻഡേൺസ് എന്ന് പറയുന്ന അവർ മെയിൻലി ലൈറ്റ്, പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ അവരുടെ ബാഡ് ലക്കിനെ വാർഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ബാനേഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ മെയിൻലി ഇത് ബാനേഴ്സ് എഴുതുന്നത് അവർക്ക് ഹാപ്പിനെസ്, വെൽത്ത്, അതുപോലെ തന്നെ ലോഞ്ചിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ആ ലാൻഡേൺസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയുവാണെങ്കിൽ നമുക്കിവിടെ ക്യൂട്ട് വിഷിംഗ് ബലൂൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ശരിക്കും നമുക്കൊരു ട്രീ ഫുൾ ഓഫ് നമുക്കിങ്ങനെ വിഷിംഗ് ബലൂൺസ് കാണാൻ പറ്റും. ഇത് ഫുള്ളി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ വ്യൂ ആണ്. പിന്നെ ഈ കാണുന്ന നമ്മൾ സ്ട്രാൻഡ്സ് ഓഫ് ത്രെഡ്, ഇത് മെയിൻലി സിംബലൈസ് ചെയ്യുന്നത് അവരുടെ ലക്ക് അല്ലെങ്കിൽ ഹെവനിലേക്ക് വിഷസ് അറിയിക്കുന്നു എന്നൊരു രീതിയിലാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ആ ട്രീ കണ്ടോ? ആ ട്രീ ഫുൾ ഓഫ് വിഷിംഗ് ബലൂൺസ് ആണ്. പിന്നെ നമുക്ക് ബെല്ല് കാണാൻ പറ്റും. ഈ ബെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പഗോഡയ്ക്കകത്തൊരു ബെല്ലുണ്ട്, അതുകൂടാതെ ഹില്ലിൻ്റെ മണ്ടയിൽ ഒരു ബെല്ലുണ്ട്. അപ്പോൾ ഹില്ലിൻ്റെ മണ്ടയിൽ ബെല്ല് ഞാൻ പോയി കണ്ടു. അവിടെ നമുക്കൊരു വുഡൻ പീസ് കാണാം. ആ വുഡൻ പീസ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ബെല്ലിലേക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്തോ അതിനുള്ള അപ്രീസിയേഷനായിട്ട് അവർ ചെയ്യുന്നതാണിത്. പിന്നെ നമുക്ക് ഒരു ഡ്രം കാണാൻ പറ്റും. ഡ്രം എന്തിനെ സിംബലൈസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് ഇൻസെൻസ് സ്റ്റിക്ക് കാണാൻ പറ്റും. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ പൂർവികരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു അടിപൊളി വ്യൂ ആട്ടോ, എല്ലായിടവും നല്ല. ഇതിൽ കൂടുതൽ നമുക്ക് കാണാനുണ്ട്. എനിക്ക് എല്ലായിടവും വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഞാൻ എടുക്കാൻ ട്രൈ ചെയ്തെങ്കിലും അവരെൻ്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ കുറച്ച് പിക്ക് എൻ്റെ കയ്യിലുള്ളൂ, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വിഷിംഗ് ട്രീ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷോപ്പിംഗ് മോളിൽ പോയപ്പോൾ അവിടെ കണ്ടത്. അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ഓസ്ട്രേലിയൻ വീഡിയോസ്, നമ്മളെ ട്രാവൽ വ്ലോഗും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇനി നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ്, ബൈ.